ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാ സ്ഥലത്തും നല്ല മഴയാണെന്നല്ലേ. ഇവിടെ ഇതാ രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ. മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതൊന്ന് നോക്കിയിട്ട് ഡ്രസ്സൊക്കെ മാറി ഞാനിങ്ങനെ പുറത്തിരിക്കുന്നുണ്ട്. ആരെയും കാത്തിട്ടാന്നല്ലേ, അച്ഛനെയും റിക്കൂട്ടിനെയും കാത്തിട്ടാണ് കേട്ടോ. അപ്പം ഇവർ രണ്ടുപേരും കൂടിയിട്ട് നമ്മളെ ഇഷുവിനെ സ്കൂളിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട്, സ്കൂളിലല്ല, സ്കൂൾ ബസ് കയറ്റാൻ വേണ്ടിയിട്ട് പോയതാണേ. അങ്ങനെ വന്നു. ഞാനും റിക്കൂട്ടനും അച്ഛനും അമ്മയും കൂടിയിട്ട് കണ്ണൂരേക്ക് പോവാന്ന് കേട്ടോ. തമ്മിലിൽ കണ്ടതുപോലെ തന്നെ എൻ്റെ കണ്ണ് കാണിച്ചതിന് ശേഷം ഇനിയിപ്പോൾ കാണിക്കാനുള്ളത് അച്ഛൻ്റെ കണ്ണാണ് കേട്ടോ. അപ്പം അന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ അവരവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ കണ്ണിന് തിമിരമുണ്ട്, 4th സ്റ്റേജാണെന്നൊക്കെ. അപ്പോൾ പെട്ടെന്ന് തന്നെ എൻ്റെ ഓപ്പറേഷൻ ചെയ്യണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് കണ്ണൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോവാന്ന് കേട്ടോ. അപ്പോൾ റിക്കൂട്ടൻ ഇതാ കാഴ്ചയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതാ ഞാനും ഇവിടെ ഉണ്ട്, പിന്നെ അമ്മ പുറകിലുണ്ട് കേട്ടോ. അപ്പം മഴയൊക്കെ ആയിട്ട് ഗ്ലാസ്സെല്ലാം താത്തിയിട്ട് ആരെയും കാണുന്നൊന്നുമില്ല. അങ്ങനെ കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ തന്നെ റിക്കൂട്ടൻ ഉറങ്ങിപ്പോയിട്ടുണ്ടായിനെ. അങ്ങനെ പോകുന്ന വഴിക്ക് മഴ എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ചെറുങ്ങനെ പെയ്യുന്നുണ്ടാവും, ഇടയ്ക്ക് നല്ലോണം പെയ്യുന്നുണ്ടാവും, ഇടയ്ക്ക് കുറച്ച് വെയിലായിരിക്കും. അപ്പം അതുപോലെയായിരുന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന കാലാവസ്ഥ കേട്ടോ. ഇത് കണ്ട നല്ലൊരു പുഴ, ചെക്കിക്കടവ് പാലം അതായിരുന്നു തോന്നിയത് കേട്ടോ. മറന്നുപോയി, ഇത് തന്നെയാണെന്ന് തോന്നുന്നത്, ചെക്കിക്കടവ് പാലം കേട്ടോ. അങ്ങനെ അതുവഴി നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റെക്കോർഡിന് ഉറങ്ങിപ്പോയതുകൊണ്ട് വെള്ളവും പാലൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ പോകുന്ന വഴിക്ക് വേറൊരു പുഴയും കൂടി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ ഗ്ലാസ് പൊന്തിച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുവാണ്. മയിൽ വഴിയാണ് നമ്മൾ പോയത്. അപ്പം 1 മണിക്കൂർ അങ്ങനെ വേണമെന്ന് തോന്നുന്നു. തളിപ്പറമ്പ് നമ്മൾ തലശ്ശേരിയില്ല, കണ്ണൂരേക്ക് പോകാൻ വേണ്ടിയിട്ട് 1 മണിക്കൂറോ 3/4 മണിക്കൂറോ കറക്റ്റ് ഓർമ്മയില്ല. അങ്ങനെ നമ്മളിപ്പോൾ ഇതാ കണ്ണൂർ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ കണ്ണൂർ സെൻട്രൽ ജയിൽ കേട്ടോ. അപ്പോൾ പുറത്തുനിന്ന് വെറുതെ ഇങ്ങനെ പോകുന്ന വഴിക്കൊരു വീഡിയോ എടുത്തതേ ഉള്ളൂ. അങ്ങനെ ഇതാ കണ്ണൂർ കാൽടെക്സ് എത്താനാകുമ്പോഴേക്കാണ് റിക്കൂട്ടൻ ഉറങ്ങി എണീച്ചത്. അപ്പം പിന്നെ നമുക്ക് വഴിയിൽ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ശരത്തേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുവഴി നമ്മളങ്ങ് പോയി കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളിതാ പൊറോട്ടയും കടലക്കറിയും, അച്ഛനും അമ്മയും മീൻ കറിയാണ് വാങ്ങിയത്. അങ്ങനെ നമ്മൾ അതെല്ലാം ചായയെല്ലാം കുടിച്ചു പോയിട്ട്. അപ്പോൾ റിക്കൂട്ടൻ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല, അപ്പോൾ നല്ല വിശപ്പുണ്ടായിനെ. അങ്ങനെ പിന്നെ ഇപ്പം നിങ്ങൾ കാണുന്നത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന കാഴ്ചയാണ് കേട്ടോ. വീട്ടിലേക്കല്ല, അച്ഛനെ ഡോക്ടറെ അവിടെ കാണിച്ചു. അപ്പം ഡോക്ടറെ തന്നെയാണെന്ന് തോന്നുന്നു അവിടെ കണ്ടത്. അപ്പം അവിടുന്ന് പറഞ്ഞ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തൽക്കാലം നമുക്ക് മരുന്ന് ഉറ്റിച്ചിട്ട് നോക്കാം, എന്നിട്ട് മാറിയിട്ടില്ലെങ്കിൽ ബാക്കി പറയാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അവർ പറഞ്ഞിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ ഓപ്പറേഷൻ വേണമെന്നല്ല അന്നേരം പറഞ്ഞതിന് ശേഷം തന്നെ അച്ഛനെ പോലും പേടിയായി പോയിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാം പേടിച്ചിട്ടിരുന്നിട്ടുണ്ടായിരുന്നത്, പെട്ടെന്ന് 4th സ്റ്റേജ് ആയി എന്നൊക്കെ പറഞ്ഞപ്പോൾ. പക്ഷേ ഇവിടുന്ന് പറഞ്ഞത് മരുന്ന് ഉറ്റിച്ചിട്ട് നോക്കാം എന്നാണ്. അപ്പം ഇനി മരുന്ന് ഉറ്റിക്കാൻ വേണ്ടിയിട്ട് തിങ്കളാഴ്ച പോകണം കേട്ടോ. അന്ന് നമ്മൾ പോയിട്ട് നോക്കുമ്പോൾ അവിടെ ഒരു ദിവസം ഇത്രയെണ്ണം ഉറ്റിക്കുന്നതിന് എന്തോ കണക്കുണ്ട് മരുന്ന്. അപ്പോൾ നമ്മൾ ഇത്തിരി വൈകിപ്പോയി, അതുകൊണ്ട് അന്നിനി പറ്റൂല, ഇനി തിങ്കളാഴ്ച വരാൻ പറഞ്ഞിന്. അങ്ങനെ അവിടുന്ന് നമ്മൾ പിന്നെ നേരെ അവിടെ മീൻ മാർക്കറ്റ് ഉണ്ടല്ലോ, തുറമുഖം, അപ്പോൾ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കണ്ടില്ലേ, ആ ഒരു തുറമുഖത്തേക്ക് നമ്മൾ പോകുക. അതിവിടത്തേക്ക് കാറിന് കയറാൻ വേണ്ടിയിട്ട് 40 രൂപ എങ്ങാനാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളിതാ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാന്ന്. റിക്കൂട്ടൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. റിക്കൂട്ടൻ മാത്രമല്ല നമ്മൾ തുറമുഖത്ത് ഞാൻ ഖത്തറിലുള്ള സമയത്ത് പോയിട്ടുണ്ടായിരുന്നു. ഖത്തറിൽ രാത്രിക്ക് ഞാൻ ഇതിനൊന്നും പോയി. എന്നിട്ട് അവർ രാത്രി ആയതുകൊണ്ട് ഇനി ആരും മീനൊന്നും വാങ്ങൂലല്ലോ, അതുകൊണ്ട് ഒരു ചാക്കിൽ ഒരു ഭാഗത്തോളം മീൻ, പലതരം മീനുകളെ നിറച്ചിട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ചെറിയ പൈസക്ക്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കപ്പൽ എന്താ പറയുക, നമ്മളെ ബോട്ടും പിന്നെ തോണിയൊക്കെ നിർത്തിയത് കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് അതാണ് ഓർമ്മ വന്നത്. നമ്മളെ ലൈഫിൽ കാണാൻ പറ്റുന്ന ഒരുവിധം കാഴ്ചകളെല്ലാം നിതിനാണ് എന്നെ കാണിച്ചു തന്നിട്ടാണ് കേട്ടോ പോയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഓർമ്മിക്കാൻ മോശം അനുഭവങ്ങളും ഓർമ്മകളും ഉണ്ടെങ്കിലും പക്ഷേ ഏറ്റവും കൂടുതൽ എനിക്കുള്ളത് നിതിനായിട്ടുള്ള നല്ല നല്ല ഓർമ്മകൾ മാത്രമാണ് കേട്ടോ.
ഓക്കെ, അപ്പം നമ്മളിത് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വണ്ടി കുറച്ച് അവിടെ നിർത്തിയിട്ട് കുറച്ച് ഇങ്ങോട്ടേക്ക് നടന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. എന്നാൽ നമുക്ക് എല്ലാ കാഴ്ചകളും കാണാമല്ലോ. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ ഒരു ബോർഡ് കണ്ടത്. ഇങ്ങനെ ഈ അപ്പം ഈ തോണിയിലെല്ലാം പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള മണ്ണെണ്ണ കൊടുക്കുന്ന ഒരു ഇതാണ് കേട്ടോ, അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ജസ്റ്റ് കയറിയിട്ടൊന്ന് വീഡിയോ എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു. നോക്കുമ്പം നമ്മളിങ്ങനെ എന്താ കൂര കൂട്ടിയിടുന്ന പോലെ ഫുള്ള് തോണി കേട്ടോ, ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇഷ്ടം പോലെ. അപ്പോൾ റിക്കൂട്ടനെല്ലാം ഇനിയൊന്നും വേണ്ടാന്നുള്ള അവസ്ഥയിലായിരുന്നു നോക്കുന്നത്. ഭയങ്കരമായിട്ട് ഇങ്ങനെ റിക്കൂട്ടൻ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ പോകുമ്പം ട്രൈപ്പോഡൊന്നും എടുത്തിട്ടുണ്ടായില്ല കേട്ടോ. പിന്നെ ഹോസ്പിറ്റലിലേക്കല്ല, അതുകൊണ്ട് പിന്നെ ഇനിയിപ്പം അതൊന്നും എടുത്തിട്ട് പോകണ്ടെന്നെല്ലാം വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അതെടുത്തിട്ടൊന്നുമില്ല. അപ്പം അച്ഛൻ പെട്ടെന്ന് വന്നാൽ പിന്നെ ഇങ്ങോട്ടേക്ക് പോകാമെന്ന് പറ്റാൻ, കാരണം നമ്മൾ അവിടുത്തെ പണി വേഗം കഴിഞ്ഞിട്ടുണ്ടായിന്. അപ്പം കണ്ടില്ല, ഒരുപാട് തോണി കണ്ട്. റിക്കോട്ടൻ കണ്ട ചിരിച്ച് നല്ല ആഘോഷിച്ച് നോക്കുന്നത്. കൂട്ടം സീരിയസ് ആയിട്ട് പറയാം, എത്രയാ വെള്ളം എന്ന്. അങ്ങനെ അവിടുന്ന് നമ്മൾ നേരെ ഇതാ മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് പോവാന്ന്. അപ്പം ഈ ഒരു അറ്റത്തേക്ക് നോക്കുമ്പോൾ എവിടെയോ ആണ് വിൽക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് നടന്നു പോകുന്നത്. പക്ഷേ അവിടെ ആയിരുന്നില്ല, അതിൻ്റെ അപ്പുറത്തായിരുന്നു കേട്ടോ മീൻ വിൽക്കുന്നത്. അവിടെ ഇങ്ങനെ മുട്ടിച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് നോക്കുമ്പോൾ അതാ കണ്ട മാലയിലോട്ടിട്ട് പുതിയ തോണിയെല്ലാം അവർ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ മീൻ വാങ്ങാൻ നോക്കുമ്പം അങ്ങനെ പ്രത്യേകിച്ച് മീനൊന്നും കാര്യമായിട്ട് നല്ലതൊന്നും അവിടെ ഉണ്ടായിട്ടില്ല കേട്ടോ. നമ്മൾ പണ്ട് തലശ്ശേരിയിലെല്ലാം ഇതുപോലെ കടപ്പുറത്ത് പോയപ്പോൾ നല്ല നല്ല മീനുകൾ ഒരുപാടുണ്ടായിന്. പക്ഷേങ്കിൽ ഇവിടെ ഇപ്പം അങ്ങനെ പ്രത്യേകിച്ചിട്ടൊന്നും അങ്ങനെ കാണാനൊന്നുമില്ല. അപ്പം അങ്ങനെ നമ്മൾ പിന്നെ ആ കൊട്ടയിൽ കണ്ടില്ലേ കൊഞ്ചൻ, നമ്മൾ ചെമ്മീൻ, അതാണ് നമ്മൾ വാങ്ങിയത്. അങ്ങനെ അതും വാങ്ങി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്.
തിരിച്ച് വരുമ്പം പിന്നെ അങ്ങനെ മഴയൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നല്ലപോലെ സ്പീഡിൽ വണ്ടിയൊക്കെ ഓടിച്ചിട്ട് വരാൻ പറ്റി. കണ്ടില്ല റിക്കൂട്ടന് പിന്നെ പോകുമ്പം വലിയ ഉറക്കമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഓൻ പറഞ്ഞു എനിക്ക് തലശ്ശേരി പോകണം. എന്താ വെച്ചാൽ നമ്മളിനി ചുള്ളിൽ പോയി കഴിഞ്ഞാൽ വണ്ടികൾ നിർത്തി കഴിഞ്ഞ്, പക്ഷേ ഓൻ ഇനിയും പോകണം. അത് തലശ്ശേരി ഒക്കെ ആകുമ്പോൾ ഇനിയും ദൂരം ഉണ്ടാകുമല്ലോ എന്നെല്ലാം വിചാരിച്ചിട്ടാണ് ആൾ പറഞ്ഞത്. അങ്ങനെ പിന്നെ അങ്ങ് കണ്ട റിക്കൂട്ടനെ അച്ഛൻ റിക്കൂട്ടനെയും എടുത്തിട്ട് മുടി മുറിക്കാൻ പോകുന്നതാണ്. പിന്നെ ഞാനും അമ്മയും കുറച്ച് സമയം വണ്ടി ഇരുന്നിട്ട് പിന്നെ അങ്ങോട്ടേക്ക് പോയി. അപ്പം അമ്മ നമുക്ക് കുറച്ച് പച്ചക്കറി വാങ്ങാൻ സാമ്പാർ വെക്കാമെന്ന്. അങ്ങനെ പോയിട്ട് നോക്കുമ്പോൾ റിക്കോർഡിന് ഇതാ നല്ല മോനായിട്ടിരുന്നിട്ട് മുടി മുറിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ പച്ചക്കറിയും സാധനമെല്ലാം വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാന്ന്. അങ്ങനെ വീട്ടിലെത്തി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അപ്പം പോകുമ്പോൾ അമ്മ ചോറ് മാത്രമേ വെച്ചിട്ടുണ്ടായിട്ടുള്ളൂ, കറിയൊന്നും വെച്ചിട്ടില്ല. അപ്പം പിന്നെ വേഗം തന്നെ ഞാനൊരു ചമ്മന്തിയാക്കി. അമ്മ നമ്മളെ ചെമ്മീൻ അപ്പളേക്ക് നുള്ളിയിട്ടുണ്ടായിന്. അങ്ങനെ അത് ചെമ്മീൻ കറിയാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ വെറുതെ ഒരു മോര് കുത്തിക്കാച്ചുകയും ചെയ്തു കേട്ടോ. അപ്പം റിക്കൂട്ടം വന്ന് കുളിച്ച് മുടിയെല്ലാം സെറ്റപ്പ് ആക്കിയിട്ടിരുന്നിട്ട് TV കാണുവാണ്. അങ്ങനെ ഞാനിതാ എൻ്റെ ചോറ് കഴിക്കുമെന്ന്. അപ്പം മൊത്തത്തിൽ ചമ്മന്തിയും ഈ ഒരു മോര് കാച്ചിയതും എല്ലാം കൂടിയായിട്ട് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ റിക്കൂട്ടിനെയും കിടത്തി ഉറക്കി. അപ്പോഴേക്കും ഇത് ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ സാരിയാണ് കേട്ടോ, ഖാദി കോട്ടണിലുള്ള. പിന്നെ ഒരുപാട് കളക്ഷൻസ് നമുക്കുണ്ട് ഖാദി കോട്ടണിൽ വരുന്ന സാരികൾ. അപ്പോൾ ആയിരിക്കും സാരി വേണമെങ്കിൽ ഇവിടെ കൊടുത്ത നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. പിന്നെ നാളേക്ക് അയക്കാൻ നമുക്ക് 4 എണ്ണമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ പാക്കാക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ പിറക്കെല്ലാം തിന്നിട്ട് എണീച്ചിരിക്കുന്നുണ്ട് നമ്മൾ പിറക്ക് മിഠായി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ നമ്മളെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കാണാനും കൂടി ശ്രമിക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.